ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മാസ്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്, ഫേസ് മാസ്ക്. സോ നിയാസിനമിഡിൻ്റെ സ്റ്റുഡിയോന്ന് ഞാൻ മേടിച്ച ഷോർട്സ് ഇട്ടിരുന്നു. ഇതാണ്. അപ്പം ഞാൻ പൊട്ടി നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇപ്പം മുഖമൊക്കെ ഫസ്റ്റ് വന്നിട്ട് ഇവർ പറയുന്നത്, സോ നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഫേസ് വാഷൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാസ്ക് ധരിക്കുക. മാസ്ക് ധരിച്ചതിന് ശേഷം ഇവർ ഇതിൽ പറയുന്നുണ്ട്, ആദ്യം ഫസ്റ്റ് സ്കിൻ ക്ലീൻ ചെയ്യുക, അതിന് ശേഷം മാസ്ക് എടുക്കുക, ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് 15-20 മിനിറ്റ് കഴിഞ്ഞ് മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ജെന്റലി മസാജ് എക്സസ് സെറം, ഇതിൻ്റെ ഉള്ളിൽ സെറം ഉണ്ട്. സോ മാസ്ക് ഇട്ടിട്ടുണ്ട്, ഈ സെറം കൊണ്ടൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ആ ഒരു സെറം കൊണ്ട് ഒന്ന് ഫേസ് ഒന്ന് ഇതാക്കിയിട്ട്. സോ ഇപ്പം തന്നെ ഉണ്ട് സ്കിൻ ഭയങ്കര ഒരു ഡള്ളായ പോലെ വെക്കണം. കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ്. സ്കിൻ കെയർ ബ്രേക്ക് ആകുമ്പോഴാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിന് വന്നിട്ട് 49 രൂപയാണ്. സ്റ്റുഡിയോ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. സ്റ്റുഡിയോ പ്രോഡക്റ്റ്, ഈ സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ഞാൻ ഇതുപോലത്തെ മാസ്ക് ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ ഡ്രസ്സ്, മേക്കപ്പ് ഐറ്റംസ് അതൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഒരു മാസ്ക് ആണോ ആൾക്കാർക്ക് വേറെ ഉപയോഗിക്കാൻ മാസ്ക് ഉണ്ടോ നമുക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ സ്റ്റുഡിയോ പ്രോഡക്റ്റ് നിയാസിനമൈഡിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തേക്കണം. കാരണം ഞാൻ ഈ നിയാസിനമൈഡിൻ്റെ പ്രോഡക്ട്സോ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബെറ്റർ റിസൾട്ട് ആയിരുന്നു. ഇനി സ്റ്റുഡിയോയുടെ പെട്ട് എങ്ങനെയാണ് നമുക്കറിയില്ല, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വേറെ പല തീമിൻ്റെയും അതുപോലെ തന്നെ പല ഫ്ലേവറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. മാസ്ക് ടു ഇംപ്രൂവ് അൺഇവൻ സ്കിൻ ടോൺ ആൻഡ് ഇംപ്രൂവ് സ്കിൻ ഹൈഡ്രേഷൻ. ഓക്കെ, നമുക്കൊന്ന് എടുത്ത് ഫേസിൽ ഇട്ട് നോക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഹെയർ അഴിച്ചൊന്നുമില്ല, ഹെയർ ഒന്ന് ടൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഫേസ് വാഷ് കൊണ്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അയ്യോ, ഓക്കെ, ഒരു മാസ്ക് ആട്ടോ ഉള്ളേ. അൺഫോൾഡ്. ഓക്കെ, ഡൺ. ഇങ്ങനെ വരും. ഇതിൽ സെറമുണ്ട്, ഡുള്ളി സെറമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അനക്കാതെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് അൺഫോൾഡ് ആക്കുക. നല്ല സ്മെല്ലുണ്ട്. ഇങ്ങനെ ആവുന്നുണ്ട്. കൈയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. കൈയിട്ട് മാസ്കാണ്. സൂക്ഷിച്ചെടുക്കണം, ഇത് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ വരും കണ്ടോ. ഇനി ഇത് പതുക്കെ ഒന്ന് കണ്ണ് ഒട്ടിച്ച് വയ്ക്കുക. കണ്ണ് കാണണം, ചുണ്ട് കാണണം. സാറ് ഏതായാലും കണ്ണിട്ടൊന്നും വീഴരുത്. ഈ സാധനം ചിലർക്ക് ഫേസിൽ പല ഷേപ്പ് ആയതുകൊണ്ട് ഫേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാറില്ല. ഓക്കെ, നല്ല ഒരു കൂളിങ് അനുഭവപ്പെട്ടു. ഒക്കത്തേക്ക് ഇത് ഓൾറെഡി ഇതിൽ സെറം ഉള്ളതുകൊണ്ട് കണ്ണിട്ട് ബാധിക്കും. എല്ലാവരുടെയും കണ്ണ് ഡിഫറൻസ് അല്ലേ, ഒരു ലെവലിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും പറ്റുമോ എന്ന് കൺഫേം ചെയ്യാം. ഇങ്ങനെ ഇരിക്കരുത്, കുറച്ച് കൂടെ ഉള്ളൊരു മുഖം പോലെ ഇരിക്കും.
നന്നായിട്ടൊന്ന് ജസ്റ്റ് പറ്റുന്ന രീതിയിൽ ബാക്കി ബാലൻസിലൊക്കെ കൂടി പരട്ടി വെക്കുക. അപ്പോൾ ഇനി ഇതിപ്പോൾ ടൈം എത്രയായി എന്നറിയില്ല, 12 മണി കഴിഞ്ഞ് കാണും. ഇനി ഒരു 15-20 മിനിറ്റ് വയ്ക്കാം അല്ലേ? 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മാസ്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുക. കൂടുതൽ സെറം നമ്മുടെ മുഖത്തപ്പം ഉണ്ടെങ്കിൽ, ഇത് ഊരിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ജെൻറ്റ്ലി മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഫൈൻ, നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞ് 12:15, ഇപ്പോൾ ഒരു 12:15 എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 3:15 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ജസ്റ്റ് പൊളിച്ചെടുക്കാം. ഇത് നമ്മൾ കളയുന്നു. അയ്യോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇറിറ്റേഷൻ അങ്ങനെയൊന്നും തോന്നിയില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ കയ്യിലുള്ള സെറം ഉണ്ടെങ്കിൽ, എൻ്റെ എപ്പോഴാണ് നമ്മുടെ വർക്കൗട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സെറം കൊണ്ടൊന്ന് ജസ്റ്റ് ജെൻറ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്തുള്ള സെറമില്ലേ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തൊന്ന്, കുറച്ചുണ്ട് അതിനകത്ത്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സെറം ഉണ്ട്, അത് നമുക്കൊന്ന് കയ്യിലേക്ക് ഒഴിച്ചിട്ട് സെറം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി സെറം നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് എവിടെയൊക്കെയാ മാസ്ക് ഉള്ളത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ജെൻറ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇത് നമ്മൾ പിന്നെ എന്ത് പറ്റിയാലും ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലും കെട്ടുക. നല്ലൊരു ഈ സെറട്ടപ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് വന്നു കേട്ടോ ഫേസ് ലൈൻ. കുറച്ച് കഴിയുമ്പോൾ ഇനി പെട്ടെന്ന് എഫക്റ്റ് ഒന്നും അറിയില്ലല്ലോ, കുറച്ച് കഴിഞ്ഞായിരിക്കും അതിൻ്റെ മറ്റുള്ളവർ കണ്ടാലും നമ്മുടെ ഫേസിന് ആരെങ്കിലും ഇപ്പോൾ പുറമേ ഒരാൾ കണ്ടാലും എങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ ഞാനൊരു പുറത്തേക്ക് പോകേണ്ട കാസിൻ്റെ അടുത്ത് അപ്പം നമ്മൾ പുള്ളിക്കാരോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ഉള്ള രീതിയിൽ. ബാലൻസ് ഉണ്ടെങ്കിൽ അത് കഴുത്തേലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പറ്റാത്ത സ്ഥലത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. ജസ്റ്റ് നമുക്ക് കൈയിട്ടേക്കാം. ഫേസിൽ മൊത്തമായി, ഫേസിൽ നമുക്ക് കൈയിലും കൂടെ നോക്കാം. ഒരു ഈ വഴുവഴുക്ക് പോലെ വന്നു. സോ നമ്മൾ ഒച്ചിനൊക്കെ പിടിക്കുമ്പോൾ ഒരു ഇതില്ല, അതാണ് ആ മുടി ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു
അതെ മാസ്കിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സെറം അങ്ങനെ തന്നെയാണ്. സോ ഇതൊന്നും കുറച്ചുകൂടെ ഒന്ന് അബ്സോർബ് ആവട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ പോലെയല്ല, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വഴുവഴുപ്പ് പോലെ ഇങ്ങനെ ഒരു ടൈപ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഇത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ എൻ്റെ ഫേസ് കാണിച്ചു തരാം. സോ ഹായ്, അപ്പോൾ ഇത് നമ്മുടെ ഫേസ് മാസ്ക് ഇട്ട് മോർണിംഗ്. അതിനുശേഷം ഫുൾ ഡേ ഒരു ഇപ്പോൾ എത്ര 7 മണിയായി കാണും. അപ്പോഴേക്കും എൻ്റെ മുഖത്തുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പ്രത്യേകം എന്നും കാണുന്ന പോലെ അല്ലാത്തൊരു ഗ്ലോ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്നും കാണുന്ന പോലെ ഒരു സൺ ടാൻ അടിക്കുമ്പോൾ സ്കിന്ന് ഒരു ഡൾനെസ് വരത്തില്ലേ, സോ അതൊക്കെ പോയി. ആ ഒരു നാച്ചുറൽ ഫീൽ വന്നു. എന്നാലും ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗി. കൂടുതലും നമ്മുടെ ഈ ചീക്സിലൊക്കെ ആണെങ്കിലും നല്ല ഇതായിട്ട് വന്നു. പിന്നെ ഈ സർക്കിളിൽ നമ്മൾ വെച്ചില്ലല്ലോ, മസ്ക് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും സെറം നല്ല പോലെ മസാജ് ചെയ്തിട്ട് ഞാനത് കഴിഞ്ഞ് കുളിച്ചു. അപ്പം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് നേരം മറ്റൊരാൾ കാണുമ്പോഴായിരിക്കും ഇപ്പോൾ അവർ പറഞ്ഞു നല്ല എന്തോ ഗ്ലോ ആയിട്ടുണ്ട്, നീ എന്താ ക്രീമാ? പക്ഷെ ക്രീമൊന്നുമില്ല. സോ സ്കിൻ കെയർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീമൊക്കെ എപ്പോഴും നമ്മൾ പുരട്ടാറുള്ളതാണ്. അത് പുരട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കോമൺലി എന്നും കാണുന്ന പോലെയല്ല, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായി. അതാണ് സ്റ്റുഡിയോയിലെ മാസ്കിന്. എല്ലാ മാസ്കും അങ്ങനെയൊന്നും എനിക്കറിയില്ല. സ്റ്റുഡിയോ മാസ്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും സംഭവം കുഴപ്പമില്ല. ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ മാസ്ക് ഒക്കെ എപ്പോഴും നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ സൺഡേ ആണെങ്കിൽ പോലും നിർത്തിയാൽ നമുക്ക് കുറച്ചുകൂടി ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു പിന്നെന്താ നമ്മുടെ പാടൊക്കെ കുറച്ചുകൂടെ എടുത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ ഇങ്ങനെ ഈ സൺടാൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പുള്ളികളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇപ്പോൾ എനിക്കത് കൂടുതൽ അറിയാൻ പറ്റും. ഇനി അത് മാറാനുള്ള എന്തെങ്കിലും സെറം യൂസ് ചെയ്യുക, അത് മാറ്റുക. നമ്മുടെ സ്കിൻ കെയർ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് വീഡിയോ. ഓക്കെ.